അവളുടെ കണ്ണിലൂടെ ഒരു ലോകം. നഗരം മുഴുവൻ വിളക്കുകൾ കത്തിച്ച് മനുഷ്യൻ ഉറങ്ങാൻ പോകുമ്പോൾ അവൾ ഉണരുന്നു. അവൾ ഒരു ചെറിയ പൂച്ച, കിഞ്ചു. അവളുടെ രോമങ്ങൾ വഴിയിലെ ചുമരിൽ നിഴലുകൾ തീർക്കുന്നു. അവൾ നടക്കുന്നത് സാധാരണ ഒരു രാത്രി സഞ്ചാരമല്ല. മനുഷ്യരുടെ ലോകം എങ്ങോട്ട് പോകുന്നു എന്ന് അവളോട് തന്നെ ചോദിക്കുന്ന ഒരു യാത്രയാണ്. കിഞ്ചു പാതി തകർന്ന കെട്ടിടത്തിന്റെ പിൻവശത്തെ കിണറിന് സമീപം നിന്നു. അവിടെ എന്താണ് കിടക്കുന്നത്? പ്ലാസ്റ്റിക് കുപ്പികൾ, പൊട്ടിച്ച പാക്കറ്റുകൾ, ഭക്ഷണം തിരഞ്ഞ് പൂച്ചക്കുട്ടികൾ. കിഞ്ചു അവരെ നോക്കി ചിന്തിച്ചു. മനുഷ്യർക്ക് നമ്മളെ സ്നേഹിക്കാൻ സമയമുണ്ട്, പക്ഷെ ഈ മാലിന്യം കുറക്കാൻ സമയമില്ല. അവൾ ഒരു കുപ്പിയിൽ തലയിട്ട് ഭക്ഷണം തേടി. പക്ഷെ അതിൽ കുടുങ്ങി കിടക്കുന്ന ഒരു ചില്ല് കഷ്ണം കണ്ടപ്പോൾ കിഞ്ചുവിന് മനസ്സിലായി, മനുഷ്യർക്ക് പിഴച്ചാൽ ആദ്യം ശിക്ഷിക്കപ്പെടുന്നത് മറ്റു ജീവികളാണ്. നഗരത്തിന് പുറത്ത് ഒരു പഴയ വീട്. കിഞ്ചു അവിടെ എത്തിയപ്പോൾ ഒരു പ്രായമായ അമ്മച്ചി ഒറ്റയ്ക്കിരിക്കുന്നു. ടിവിയുടെ ശബ്ദം മാത്രം കേൾക്കാം. പൂച്ച അവരെ സമീപിച്ചു. അമ്മച്ചി ഒന്ന് ചിരിച്ചു. നീ വരുമ്പോൾ മാത്രം എനിക്കിവിടെ ആരോ ഉണ്ടെന്നൊരു തോന്നലാണ്. കിഞ്ചു മനസ്സിലാക്കി, ഈ നഗരത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ശബ്ദമല്ല, ഒറ്റപ്പെടലാണ്. അവൾ അവിടെ നിന്നും നീങ്ങി. അടുത്ത വഴിയിൽ ചിലർ ഒന്നിച്ച് ചിരിക്കുന്ന ശബ്ദം കേട്ട് അവൾ അവിടേക്ക് നോക്കി. അവിടെ ചിലർ പടക്കം പൊട്ടിക്കുന്നു. കിഞ്ചു ഭയന്ന് ഓടി. അവളുടെ ചെവികൾ കത്തുന്ന പോലെ. മനുഷ്യർ ആഘോഷിക്കുന്നു, പക്ഷെ അതിന്റെ ശബ്ദത്തിൽ നായ്ക്കൾ, പക്ഷികൾ, എത്രയെത്ര ജീവികൾ ഭയന്നോടുന്നു. അവൾ ഒരു മരത്തിന്റെ മുമ്പിൽ ഒളിച്ചു. മനുഷ്യരുടെ സന്തോഷം മറ്റൊരാളുടെ ഭയമാകുന്നു എന്ന് അവർ മറക്കുന്നു. കിഞ്ചു ഒരു നിമിഷം മുകളിലേക്ക് നോക്കി. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, ഒരു ദിവസം മനുഷ്യർ മാറും. അവരുടെ ചിന്തകളും അവരിൽ കരുണ ഉണ്ട്. അത് കാണാൻ പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഞാനൊരു ചെറിയ പൂച്ചയായി തോന്നിയേക്കാം, പക്ഷെ ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ ചെറിയ ജീവികളുടെ കണ്ണിലൂടെയാണ് കാണേണ്ടത്. അവൾ അവളുടെ വഴിയിലേക്ക് നടന്നു.